സാധാരണയായി നാം പെരുന്നാൾ ആഘോഷിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. കടന്നു വരുന്ന വർഷം കൂടുതൽ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുക. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവനും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുന്ന അവസരമാണ് നമ്മുടെ പെരുന്നാളിൻ്റെ അവസരം എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് ഇനി കടന്നു വരാൻ പോകുന്ന വർഷം കൂടുതൽ അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിക്കണമേ, നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കണമേ, നമ്മുടെ കൂട്ടായ്മയ്ക്ക് ലഭിക്കണമേ, നമ്മുടെ ദേശത്തിന് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസരം കൂടിയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ അവസരം എന്ന് പറയുന്നത്. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളെ നിൻ്റെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളോട് ബന്ധിക്കണമേ. ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ നീ എൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എന്തെന്നാൽ നീ എൻ്റെ ദൈവമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളെ നിൻ്റെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളോട് ബന്ധിക്കണമേ. എല്ലാ പെരുന്നാളുകളും ബന്ധിക്കപ്പെടുന്നത് ഈ ബലിപീഠത്തോട് ചേർന്ന് നിന്നാണ്. പഴയ നിയമത്തിൽ ആടുമാടുകളെ വെട്ടി കർത്താവിന് സ്തോത്രയാഗം അർപ്പിച്ചുവെങ്കിൽ ഇവിടെ തൻ്റെ ഏകജാതൻ്റെ തിരുശരീര രക്തങ്ങൾ മുറിക്കപ്പെട്ട് രക്ഷയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നാം ഈ പെരുന്നാളുകളെ നമ്മുടെ ബലിപീഠവുമായി ബന്ധിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവനും ഈ ബലിപീഠവുമായി ബന്ധപ്പെട്ടാണ്. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് മുഴുവനും നമ്മുടെ ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. വിജയത്തിൻ്റെ മകുടമായ ഈ വിശുദ്ധ ബലിപീഠം നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്തോത്രത്തിൻ്റേതുമാണ്. അതുകൊണ്ടാണ് നാം ബലിയർപ്പിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലുന്നത്: ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. നാം ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ ബലിപീഠത്തോട് നമ്മുടെ പെരുന്നാളിനെ ബന്ധിക്കുമ്പോൾ നാം ഇവിടെ അർപ്പിക്കപ്പെടുന്നത് അനുഗ്രഹത്തിൻ്റെ സ്തോത്രത്തിൻ്റെ ബലിയാണ്. ഈ ബലി നാം അർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിലേക്ക് ഉയരുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, എന്തെന്നാൽ നീ എൻ്റെ ദൈവമാകുന്നു. ദൈവമേ, ഈ ദേവാലയത്തിൻ്റെ കൂടാരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്, എന്തെന്നാൽ നീ എൻ്റെ ദൈവമാകുന്നു. നീ എന്നെ സംരക്ഷിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവനും ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും വരാമാകാമായിരുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും നീ എന്നെ സംരക്ഷിച്ചു. ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ നീ എൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നീ എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നാം കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് പ്രകാരം ദൈവത്തിരുസന്നിധിയിൽ അർപ്പിക്കുന്നത്: എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എന്നുള്ള സകലവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ പെരുന്നാളിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നത്, നീ എൻ്റെ ദൈവമായതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സങ്കീർത്തകൻ പറഞ്ഞതാ. സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ എനിക്ക് ചെയ്ത സകല നന്മകൾക്കും ഞാൻ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എന്നുള്ള സകലവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസം നാം ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ബലിയർപ്പിക്കുവാനായി, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനായി, നന്ദി പറയുവാനായി, അവിടുത്തെ സ്തുതിക്കുവാനായി നാം കടന്നു വന്നിരിക്കുന്നു.